ഫെബ്രുവരി 6 വെള്ളിയാഴ്ച. മർക്കോസ് 6:14 മുതൽ 29 വരെ വാക്യങ്ങൾ. വിചിത്രമായി തോന്നിയേക്കാമെങ്കിലും ബൈബിളിൽ ചില ഭീകര കഥകളുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് സ്നാപക യോഹന്നാൻ്റെ മരണം. ഈ സുവിശേഷ പാഠം ഒരു ഭയാനകമായ വായനയാണെന്നും യോഹന്നാൻ്റെ ശിരച്ഛേദം ഏറ്റവും ഭീകരമായ ഒരു സംഭവമാണെന്നും അംഗീകരിക്കപ്പെട്ട വീക്ഷണമുണ്ട്. അതേസമയം നാടകീയത, സംഘർഷം, ഗൂഢാലോചന, അക്രമാസക്തമായൊരു പ്രമേയം എന്നിവയാൽ നിറഞ്ഞ കൗതുകകരമായൊരു കഥ കൂടിയാണിത്. മോശയുടെ നിയമത്തിന് വിരുദ്ധമായതിനാൽ ഹെറോദിയായുമായുള്ള ഹെറോദസിൻ്റെ വിവാഹത്തെ യോഹന്നാൻ അപലപിച്ചു. കൊട്ടാര രാഷ്ട്രീയത്തിൻ്റെ ഗൂഢാലോചനയും നിയമപരമായി തനിക്ക് ലഭിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെയും ഹെറോദ്യ ആഗ്രഹിച്ചു. യോഹന്നാൻ്റെ ശിക്ഷാവിധി ഹെറോദ്യയെ വളരെയധികം അസ്വസ്ഥയാക്കി. അവനെ കൊല്ലാൻ അവൾ ഒരു അവസരം അന്വേഷിച്ചു. ആ അവസരം ഹെറോദസിൻ്റെ ജന്മദിന പാർട്ടിയിൽ വന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്ന പല പാപങ്ങളും നമ്മുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ മുന്നിൽ സുന്ദരന്മാരായി കാണപ്പെടുന്നതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കുന്നത്. അതുകൊണ്ട് എത്ര കള്ളത്തരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അധികാരം, മനസാക്ഷി, ധാർമ്മിക വിട്ടുവീഴ്ച എന്നിവ തമ്മിലുള്ള പിരിമുറുക്കത്തെ ഇന്നത്തെ സുവിശേഷം എടുത്തു കാണിക്കുന്നു. ഹെറോദസിൻ്റെ വ്യക്തിജീവിതത്തിലും ഭരണാധികാരി എന്ന നിലയിലും ഉണ്ടായ ബലഹീനതയാണ് ദാരുണമായ പരിണത ഫലത്തിലേക്ക് നയിച്ചത്. സത്യത്തോടും നീതിയോടുമുള്ള യോഹന്നാന്റെ അചഞ്ചലമായ പ്രതിബദ്ധത ഹെറോദസിന്റെ അനിശ്ചിതത്വത്തിന് നേർവിപരീതമാണ്. ഈ സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നേരിടേണ്ടി വരുമ്പോൾ പോലും സത്യസന്ധതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ഇത് ഓർമ്മിപ്പിക്കുന്നു. അധികാരത്തിനെതിരെ സത്യം സംസാരിക്കാനുള്ള യോഹന്നാന്റെ ധൈര്യം നമ്മുടെ സ്വന്തം ബോധ്യങ്ങളെയും പ്രവൃത്തികളെയും പരിശോധിക്കാൻ നമ്മെ വെല്ലുവിളിക്കുന്നു. സമ്മർദ്ദമോ പ്രലോഭനമോ നേരിടുമ്പോൾ പോലും നമുക്ക് നീതി അന്വേഷിക്കുകയും നമ്മുടെ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഒഴിവാക്കുകയും ചെയ്യാം. മറ്റൊരാളെ അസ്വസ്ഥനാക്കിയാലും നമ്മുടെ വിശ്വാസങ്ങളിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും ധൈര്യം, സത്യസന്ധത എന്നീ പെരുമാറ്റം യോഹന്നാനെ പോലെ നമുക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നൊരു തിരഞ്ഞെടുപ്പുണ്ട്, ഒരു ചോയ്സ്. യോഹന്നാനെ പോലെ ആവുക, അല്ലെങ്കിൽ ഹെറോദസിനെ പോലെ ആവുക. ഹെറോദസിനെ പോലെ നാം ദുർബലരായിരിക്കുമോ, എളുപ്പത്തിൽ പ്രലോഭിക്കപ്പെടുകയും എളുപ്പത്തിൽ കൃത്രിമം കാണിക്കപ്പെടുകയും ചെയ്യുമോ, അതോ യോഹന്നാനെ പോലെ നമ്മുടെ ധാർമ്മിക ബോധ്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുമോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.